ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ അതിപരിശുദ്ധമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വലിയ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവനിശ്ചിന്തയ്ക്കായി ഒരു ദൈവത്തിൻ്റെ ഭാഗം ഞാൻ നിങ്ങളെ വായിച്ച് ഓർപ്പിക്കുകയാണ്. 1 യോഹന്നാൻ്റെ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, ദൈവം സ്നേഹം തന്നെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല വചനമാണ്. എന്നാണ് വായിച്ച വചനം. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. ഹല്ലേലൂയ. ഇത് നാം ജീവിക്കുന്ന ഈ അവസാന കാലഘട്ടത്തിൽ, ഈ അന്ത്യകാല സമയങ്ങളിൽ നാം സകല മനുഷ്യരെ സ്നേഹിപ്പാൻ കഴിയണം. സ്നേഹം എന്ന് പറയുന്നത് നമുക്ക് ഈ ഭൂമിയിൽ മറ്റൊരാൾക്ക് കൊടുക്കുവാൻ കഴിയുന്ന ഏറ്റവും വലിയ ഉത്തമ സമ്പത്താണ്. ഹല്ലേലൂയ. അതിന് നിങ്ങൾ സ്നേഹവാനായ ദൈവത്തിൽ നിന്ന് ആ സ്നേഹത്തെ നിങ്ങളുടെ ഉള്ളിലേക്ക് നിങ്ങൾ വാങ്ങുമ്പോഴാണ്, അഥവാ നിങ്ങളുടെ ഉള്ളിൽ സ്നേഹം നിറയുമ്പോഴാണ് നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് സ്നേഹം പകർന്നു കൊടുക്കാൻ കഴിയുന്നത്. അത് നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബത്തിലായിരുന്നാലും, നിങ്ങളുടെ കുടുംബ ജീവിതത്തിലായിരുന്നാലും, നിങ്ങളുടെ ബന്ധുമിത്രാദികളായിരുന്നാലും, നിങ്ങൾ കടന്നു പോകുന്ന ഏത് മേഖലയിലായിരുന്നാലും മറ്റുള്ളവർക്ക് നിങ്ങൾ സ്നേഹം പകർന്നു കൊടുക്കുവാൻ കഴിയണം. ആ സ്നേഹം നമുക്ക് ദൈവമാണ് തരുന്നത്. ഹല്ലേലൂയ. ദൈവത്താൽ നമുക്ക് ലഭിക്കുന്ന സ്നേഹത്തെ, ഹല്ലേലൂയ, അത് മറ്റുള്ളവർക്ക് നാം കൊടുക്കുമ്പോൾ, ആ സ്നേഹം മറ്റുള്ളവരിലേക്ക് ചെല്ലുമ്പോൾ, അവരാ സ്നേഹം നമ്മളിൽ അനുഭവിക്കുമ്പോൾ, അവർ കടന്നു പോകുന്ന മാനസികമായ സംഘർഷങ്ങൾ എത്ര ഭയാനകമായിരുന്നാലും അവർക്ക് അതിനെ തരണം ചെയ്ത ജീവിതത്തിലേക്ക് മടങ്ങി വരുവാൻ കഴിയും. മനസ്സുകൊണ്ട് ഭാരപ്പെട്ടിരിക്കുന്ന, ഹല്ലേലൂയ, ചില വ്യക്തികൾ ഒരിക്കൽ നാമും കഠിനമായ ഭാഷയിൽ സംസാരിച്ചാൽ ഒരുപക്ഷെ അവരെ അത് വളരെ വേദനിപ്പിക്കും, സങ്കടപ്പെടുത്തും. അവർ തങ്ങളുടെ ജീവിതത്തെ തന്നെ തകർത്ത് കളയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ദൈവത്തിന് സ്നേഹം കൊടുക്കണം. ദൈവസ്നേഹമാണ് ദൈവം നമ്മളിൽ നിറയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്. അവിടെ അവൻ്റെ സ്നേഹം നമ്മൾ രുചിച്ചറിയണം. ആരുടെ? ദൈവത്തിൻ്റെ സ്നേഹം രുചിച്ചറിയണം. ആ സ്നേഹത്തിൽ നിങ്ങൾ ആനന്ദിച്ച്, ആ സ്നേഹത്തെ ആസ്വദിച്ചുകൊണ്ട് മുന്നേറി ജീവിക്കണം. പ്രൈസ് ദി ലോർഡ്. മനുഷ്യൻ ജീവിതത്തിൽ സ്നേഹത്തിൽ മുന്നേറി ജീവിക്കുക. സ്നേഹത്തിൽ മുന്നേറി ജീവിക്കുമ്പോഴാണ് ആ സ്നേഹം നമ്മളെ പൊതിയുന്നത്. നമുക്കറിയാം, നാം ഭൂമിയിൽ അനവധി ആളുകളുമായി സംസാരിക്കാറുണ്ട്. ചില ആളുകളുമായി നാം സംസാരിക്കുമ്പോൾ സ്നേഹത്താൽ നമ്മെ നിറച്ച് സ്നേഹത്താൽ പൊതിഞ്ഞ് ചിലർ സംസാരിക്കുന്നത് കാണാൻ കഴിയും. അതെന്തുകൊണ്ടാണ്? ആ ദൈവസ്നേഹം അവരുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ്. ദൈവസ്നേഹം അവരുടെ ഉള്ളിലില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അവർക്ക് നമ്മെ സ്നേഹിപ്പാൻ കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാവേ, ദൈവസ്നേഹത്താൽ നമ്മെ നിറയ്ക്കുന്നെങ്കിൽ മാത്രമേ, ആ സ്നേഹം നമ്മളിൽ നിറയുന്നെങ്കിൽ മാത്രമേ നമുക്ക് മറ്റുള്ളവർക്ക് ആ സ്നേഹം പകർന്നു കൊടുക്കാൻ കഴിയുള്ളൂ. ഹല്ലേലൂയ. മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത് സ്നേഹത്തിന് വേണ്ടി കൊതിക്കുന്നതാണ്. ആമീൻ. ജീവിതത്തിൽ സ്നേഹം നഷ്ടപ്പെട്ടു പോയ അനവധി ആളുകളുണ്ട്. അങ്ങനെയുള്ളവർക്ക് അല്പസ്നേഹം പകർന്നു കൊടുക്കുവാൻ നമ്മുടെ വാക്കുകളിലൂടെ, നമ്മുടെ നോട്ടത്തിലൂടെ, പ്രവൃത്തിയിലൂടെ ഒക്കെ കഴിയുന്നെങ്കിൽ ആ മനുഷ്യൻ്റെ അപകടകരമായ സാഹചര്യത്തിൽ നിന്ന്, ഹല്ലേലൂയ, ആ മനുഷ്യനെ നമുക്ക് രക്ഷപ്പെടുത്താൻ കഴിയും, വ്യക്തം ചെയ്യും. അതുകൊണ്ട് അനാദി സ്നേഹത്താൽ നിങ്ങളെ സ്നേഹിച്ചവൻ, ഹല്ലേലൂയ, മനസ്സലിഞ്ഞ് നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഉള്ളിൽ പകർന്നിരിക്കുന്ന അനാദി സ്നേഹത്താൽ നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കണം. സ്നേഹവും എന്ന് പറയുന്നത് അത് ഉയരത്തിൽ നമുക്ക് കർത്താവ് തന്നതാണ്. സ്നേഹമെന്ന് പറയുന്ന ആ വാക്കിൻ്റെ വില നാം മനസ്സിലാക്കുമ്പോഴാണ് ആ സ്നേഹത്തിൻ്റെ മാധുര്യത നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് യേശുവിൻ്റെ സ്നേഹമാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ സ്നേഹം എന്ന് പറയുന്നത്. മനുഷ്യൻ നമുക്ക് തരുന്ന സ്നേഹം എന്നൊക്കെ പറയുന്നത് താൽക്കാലികമാണ്. അത് സ്വാർത്ഥത നിറഞ്ഞതാണ്. അത് അവനവൻ്റെ കാര്യം കാണുവാൻ വേണ്ടിയുള്ളതാണ്. എന്നാൽ ദൈവം തരുന്ന സ്നേഹമെന്ന് പറയുന്നത് സ്വാർത്ഥത നിറഞ്ഞതോ താൽക്കാലികമോ ദൈവത്തിൻ്റെ കാര്യം നേടിയെടുക്കുന്നതോ അല്ല. ദൈവം നമുക്ക് നൽകുന്ന സ്നേഹം എന്ന് പറയുന്നത് നമ്മുടെ സങ്കടങ്ങളിൽ നമ്മുടെ കണ്ണുനീരൊപ്പുന്ന സ്നേഹമാണ്. അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, എൻ്റെ ജീവിതം വളരെ പ്രതിസന്ധിയുടെ കടന്നു പോകുമ്പോൾ, ജീവിതം വളരെ ഭയാനകമായ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ, നീ ജീവിതത്തെ തളരാതെ നിൽപ്പാൻ അനാദി സ്നേഹത്താൽ നമ്മെ നിറച്ചവനായ യേശുവിൻ്റെ സ്നേഹം നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അന്തർഭാഗത്ത് നിറയട്ടെ. ഹല്ലേലൂയ. 1 യോഹന്നാന്റെ ലേഖനം
3-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പം കാണുന്നുണ്ട്, കാൺമീൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ ആമേൻ നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അതേ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ വേണ്ടി ദൈവം നമുക്ക് അനാദി സ്നേഹത്തെ തന്നു. എങ്ങനെയാണ് കർത്താവ് നമുക്ക് സ്നേഹം തന്നത്? പാപത്താൽ നിറയപ്പെട്ട, ശാപത്തിൽ നിറയപ്പെട്ട് ഈ ലോകത്തിൻ്റെ അന്ധകാരത്തിൽ വീണ് കിടന്ന് നിത്യമായ നരകത്തിലേക്ക് യാത്ര ചെയ്തപ്പോൾ ആ നരകത്തിൻ്റെ അനുഭവത്തിൽ നാം നരകക്കടലിലേക്ക് പോകാതെ, ആ നരകാഗ്നിയിലേക്ക് നാം വീണ് പോകാതെ നമ്മുടെ കർത്താവ് നമ്മെ സ്നേഹിച്ചു. എവിടെ? ക്രൂശിൽ വെച്ച്. അവൻ ക്രൂശിൽ ചൊരിഞ്ഞ സ്നേഹമാണ് നാം അനുഭവിക്കുന്ന അനാദി സ്നേഹം. ഹല്ലേലൂയ. ലോകത്തിൽ തനിക്കുള്ളവരെ യേശു സ്നേഹിച്ചതുപോലെ അവസാനം വരെ നാം മറ്റുള്ളവരെ സ്നേഹിക്കണമെന്നാണ് വിശുദ്ധ തിരുവെഴുത്ത് പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷം 13:1 നമുക്ക് വായിച്ചാൽ കാണാൻ കഴിയും. ചിലരുടെ സ്നേഹം അല്പകാലം മാത്രമേ നിലനിൽക്കുകയുള്ളൂ. ഹല്ലേലൂയ. തേനൊഴുകുന്നത് പോലെ പലരും സംസാരിക്കും, തേൻ തൂകുന്ന വാക്കുകൾ പലരും പറയും, പക്ഷെ അതെല്ലാം താൽക്കാലികമാണ്. എന്നാൽ യേശുവിൻ്റെ സ്നേഹം തേനൊഴുകുന്നത് പോലെ ഒലിച്ചു പോകുന്ന സ്നേഹമല്ല. അത് ക്രൂശിൽ നമുക്ക് വേണ്ടി യാഗമായി തന്ന ആ അനാദി സ്നേഹമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതേ, ആദ്യം നമുക്ക് സ്നേഹം പകർന്നു തരുന്നത് ദൈവമാണ്. ആ സ്നേഹത്തിലാണ് നമ്മൾ നിറയപ്പെടേണ്ടത്. ഈ അന്ധകാരം നിറഞ്ഞ ഭൂമിയിൽ, ഹല്ലേലൂയ, മനുഷ്യ ജീവിതം തകർന്നു കൊണ്ടിരിക്കുമ്പോൾ, മനുഷ്യൻ്റെ ജീവിതം താറുമാറായിക്കൊണ്ടിരിക്കുമ്പോൾ, എവിടെയാണ് ഒരാശ്രയമെന്നോർത്ത് മനുഷ്യൻ വിലപിക്കുമ്പോൾ അതിൻ്റെ നടുവിൽ ദൈവം നിങ്ങളെ ആ സ്നേഹത്തിൽ നിറയ്ക്കുകയാണ്. മുങ്ങിച്ചാകാൻ പോകുന്നവന് ഒരു കച്ചിത്തുരുമ്പും അഭയമെന്ന് പറഞ്ഞതുപോലെ നാം ഏത് പ്രതിസന്ധിയുടെ കടന്നുപോയാലും നമ്മെ സ്നേഹിക്കുന്നൊരു ദൈവമുണ്ട്. അവൻ സ്വർഗമഹിമകളെ വെടിഞ്ഞ് ഭൂമിയിലേക്ക് വന്നവനാ. കാൽവറിയിൽ നമ്മുടെ പാപങ്ങളെ ഏറ്റെടുത്തവനാ. നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി അവസാനത്തുള്ളി രക്തം വരെ തന്നവനാണ്. അങ്ങനെ കർത്താവ് നമ്മെ സ്നേഹിച്ചതുപോലെ നാം കടന്നു പോകുന്ന സാഹചര്യങ്ങളിൽ മറ്റുള്ളവരെ നമുക്ക് സ്നേഹിപ്പാൻ കഴിയണം. പ്രശ്നങ്ങളുണ്ട് പ്രിയരെ, പ്രതിസന്ധികളുണ്ട്, വെല്ലുവിളികളുണ്ട്. പക്ഷേ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? ദൈവസ്നേഹത്താൽ നിറയപ്പെടണം. അത്യുന്നതനായ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് കഴിയുമ്പോഴാണ് ആ ദൈവിക സന്തോഷം നമ്മുടെ ഉള്ളിൽ നിറയുന്നത്. നിങ്ങൾ അവനെ അന്വേഷിക്കാതിരുന്നപ്പോഴും യേശു നിങ്ങളെ തേടി വന്നു. ഹല്ലേലൂയ. ഇന്ന് ലോകത്തിൽ നമുക്കറിയാം, മനുഷ്യൻ യേശുവിനെ അല്ലാതെ ദൈവത്തെ തേടി അന്വേഷിച്ചു പോവുകയാണ്. എന്നാൽ നാം ദൈവത്തെ തേടി അന്വേഷിച്ച് പോയാൽ ഒരിക്കലും നമുക്ക് യേശുവിനെ കണ്ടെത്തുവാൻ, ദൈവത്തെ കണ്ടുമുട്ടാൻ കഴിയത്തില്ല. എന്നാൽ നാം എന്താണ് ചെയ്യുന്നത്? നാം ദൈവസന്നിധിയിൽ ഏകാഗ്രതയോടെ ഇരുന്ന് ദൈവമുഖം അന്വേഷിക്കുന്നെങ്കിൽ നമ്മെ തേടി വരുന്നവനാണ് ദൈവം. ഹല്ലേലൂയ. അതെ, നാം ദൈവത്തെ തേടി പോകണ്ട, ദൈവം നമ്മെ തേടി വരുന്നവനാണ്. അതുകൊണ്ട് നമ്മെ തേടി വരുന്നവനാ യേശുവിൻ്റെ സ്നേഹത്തിന് വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ സദാസമയം ആ സ്നേഹം നിങ്ങൾക്ക് നൽകുവാൻ ആഗ്രഹിക്കുക. ഞാനിന്ന് പകൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക. നിങ്ങളുടെ കഷ്ടതയുടെ നടുവിൽ, സങ്കടങ്ങളുടെ നടുവിൽ നിങ്ങൾക്കൊരാശ്വാസമാകാൻ വേണ്ടി പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗപിതാവേ, സകല ജനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. സ്നേഹം നഷ്ടപ്പെട്ട് കർത്താവേ, ഒരിറ്റ് സ്നേഹത്തിന് വേണ്ടി ദാഹിക്കുന്നവരുണ്ട്. മനുഷ്യൻ്റെ സ്നേഹമൊക്കെ തേനൂറുന്നത് പോലെ നൂറുന്ന സ്നേഹമാണ്. അതല്പം കഴിയുമ്പോൾ നിന്നു പോകും. എന്നാൽ ദൈവസ്നേഹം എന്ന് പറയുന്നത് ഒരിക്കലും നിലയ്ക്കാത്തതാണ്. അതുകൊണ്ട് ആ ഉയരത്തിലെ സ്നേഹത്താൽ ദൈവമേ ജനത്തെ നിറച്ച് കഷ്ടതയിൽ അവരുടെ കഷ്ടതയിൽ അവരുടെ പ്രതികൂലങ്ങൾ ഒരു ആശ്വാസകരമായി തീരുവാൻ ഞങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ്. സകലത്തിന്മേലും അങ്ങയുടെ നീതിയുടെ കരം വെളിപ്പെടുത്തണമേ. സകല മഹത്വം എടുക്കണം കർത്താവേ. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ.